നമുക്ക് എൻജിൻ സൈഡ് കൂടെ ഒന്ന് കണ്ടേക്കാം. യെസ്, വളരെ കൃത്യമായിട്ട് ഈ ഒരു 4 സിലിണ്ടർ 1 2 3 4 ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനം സ്വയമായിട്ട് 2 സിലിണ്ടർ കട്ട് ചെയ്താലോ, അതായത് ഒരു 1500cc വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വാഹനം സ്വയം 2 സിലിണ്ടർ കട്ട് ചെയ്ത് 750cc ആക്കി വാഹനം ഓടിച്ചാൽ നല്ല മൈലേജ് കിട്ടും. എന്നാൽ ഇങ്ങനെ എൻജിൻ കട്ട് ഓഫ് ആക്കുന്ന അല്ലെങ്കിൽ എൻജിനെ ക്യാൻസൽ ചെയ്യുന്നൊരു ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാ, ഇതൊരു 1.5 ലിറ്റർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. 1500cc ഒരു എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു 4 സിലിണ്ടർ ടെർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് എൻജിൻ സൈഡ് കൂടെ ഒന്ന് കണ്ടേക്കാം. യെസ്, വളരെ കൃത്യമായിട്ട് ഈ ഒരു 4 സിലിണ്ടർ 1 2 3 4 ACT ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഈ ഒരു മോഡലിന് വരുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോഡ് അനുസരിച്ച്, അതായത് നമുക്ക് തീരെ ലോഡില്ല, ചിലപ്പോൾ ഒരാളോ അല്ലെങ്കിൽ 2 പേര് മാത്രമേ ഈ വാഹനത്തിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പവർ അല്ലെങ്കിൽ ഈ വാഹനം എന്ന് പറയുമ്പോൾ 1500cc ആണ് വരുന്നത്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് അത്രയും പവർ ഒരു കാരണവശാലും വേണ്ടി വരുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് 2 സിലിണ്ടർ, ഇതൊരു 4 സിലിണ്ടറാണ്, 1 2 3 4 ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൽ 2 and 3 കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 1 and 4 മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ. 2ഉം 3ഉം സിലിണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള സിലിണ്ടേഴ്സ് മാത്രം ഇതിൽ വർക്ക് ചെയ്യത്തുള്ളൂ. ശരിക്കും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ട് എൻ്റെ ഒരു വാഹനത്തിൽ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വീഡിയോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്വന്തമായിട്ട് ചെയ്ത രീതി ഇഞ്ചക്ടർ അഴിച്ചു വിട്ടു. പക്ഷേ അത് പ്രാക്ടിക്കലല്ല, എന്നാലും ഓരോ കുരുത്തക്കേട് ഇങ്ങനെ കാണിക്കുന്ന കൂട്ടത്തിൽ ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് തന്നെ അവർ ആ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഒരു രീതിക്ക് വാഹനം ഓടുന്ന സമയത്ത്, അതായത് ലോഡില്ലാതെ ഓടുന്ന സമയത്ത് 2 സിലിണ്ടർ കട്ടാക്കി കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 2 സിലിണ്ടർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ 2 ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് കട്ടാവുന്നുണ്ട്. ആ ഇഞ്ചക്ടേഴ്സ് കട്ടാകുമ്പോഴത്തേക്കും തന്നെ അങ്ങോട്ട് ഫ്യൂൽ സപ്ലൈ തീർന്നു. ഫ്യൂൽ സപ്ലൈ തീരുന്ന മാത്രമല്ല, വാൽവുകളെ ഓപ്പൺ ആക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ അത്രയും ഫ്രീ ആയി, പിസ്റ്റൻസ് ഫ്രീ ആയി. അങ്ങനെ പിസ്റ്റൺ ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അത്രയും കൂടെ ഫ്യൂവൽ കൺസപ്ഷൻ കുറയും. 2 സിലിണ്ടറിൽ ഈ എഞ്ചിൻ ഓടുന്നതായിരിക്കും. ഇത് എപ്പോഴും നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്, ലോഡില്ലാത്ത കണ്ടീഷൻസിൽ മാത്രം. ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്യൂവൽ എഫിഷ്യൻസിയും കിട്ടുന്നുണ്ട്, പൊല്യൂഷനും കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സത്യമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു നല്ല ടെക്നോളജി തന്നെയാണ്. കാരണം 1500cc നമുക്ക് എപ്പോഴും വേണ്ടി വരുന്നില്ല. അന്നേരം 2 സിലിണ്ടേഴ്സ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി അവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു ചെറിയ കാര്യം ഒന്നും അല്ലെന്ന് തന്നെ ഞാൻ പറയാം. ഏതായാലും സംഗതി കിടുവാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഇതല്ല വേറെ ഏതെങ്കിലും വാഹനത്തിൽ നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് മനസ്സിലാകുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ബാക്കി നമുക്ക് ഈ എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരാം.